Hi everyone, welcome to a new video. In this video, we are going to continue with the third module. So let's start. Parks and playgrounds. First topic, classification of parks. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ക്യാരക്ടർ ആണ്. അക്കോർഡിംഗ് ടു ക്യാരക്ടർ പാർക്സ് ആർ ക്ലാസിഫൈഡ് ആസ് ആർട്ടിഫിഷ്യൽ പാർക്സ് ആൻഡ് നാച്ചുറൽ പാർക്സ്. ദെൻ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ പറയുന്നത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു പർപ്പസ് ആണ്. പർപ്പസിനെ ബേസ് ചെയ്തിട്ടുള്ള പാർക്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, ബൊട്ടാണിക്കൽ പാർക്സ് അതുപോലെ സുവോളജിക്കൽ പാർക്സ്. ദെൻ തേർഡ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു സൈസ്. ഫസ്റ്റ് വൺ സ്മാൾ സൈസ്, ദെൻ മീഡിയം സൈസ് പാർക്സ്, ലാർജ് സൈസ് പാർക്സ്, റിസർവേഷൻസ് ആൻഡ് ഫൈനലി നാഷണൽ പാർക്സ്. സോ നമുക്ക് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നോക്കാം. അക്കോർഡിംഗ് ടു പർപ്പസ്. അക്കോർഡിംഗ് ടു പർപ്പസ്, പാർക്സ് ആർ ക്ലാസിഫൈഡ് ആസ് ബൊട്ടാണിക്കൽ പാർക്സ് ആൻഡ് സുവോളജിക്കൽ പാർക്സ്. Then the parks according to the purpose are classified into two types. First one, botanical parks. These parks are primarily made for the study of plant specimens. Plant specimensന്റെ സ്റ്റഡിക്ക് വേണ്ടിയിട്ടുള്ള പാർക്സ് ആണ് ബൊട്ടാണിക്കൽ പാർക്സ് എന്ന് പറയുന്നത്. But their atmosphere can be made more pleasant and appealing by the presence of beautiful trees, flowers and lawns. അതായത് ബൊട്ടാണിക്കൽ പാർക്സ് എന്ന് പറയുമ്പോൾ അതിൽ മെയിനായിട്ട് പ്ലാന്റ് സ്പെസിമെൻസ് ആണ് ഉണ്ടാവുക. പ്ലാന്റ് സ്പെസിമെൻസിൻ്റെ സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബൊട്ടാണിക്കൽ പാർക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബൊട്ടാണിക്കൽ പാർക്സിൻ്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് നമുക്ക് അതുപോലെ ബ്യൂട്ടിഫുൾ ട്രീസ്, ഫ്ലവേഴ്സ്, ലോൺസ് അതൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് പ്ലസൻറ്റ് അപ്പിയറൻസ് കൊടുക്കാൻ സാധിക്കും. ഇതാണ് ബൊട്ടാണിക്കൽ പാർക്സ് എന്ന് പറയുന്നത്. അതായത് പ്ലാന്റ് സ്പെസിമെൻസിൻ്റെ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് ബൊട്ടാണിക്കൽ പാർക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് ബൊട്ടാണിക്കൽ പാർക്സിൻ്റെ പിക്ചറുകളാണ്. Zoological parks. These parks contain zoo to be given an attractive park-like setting. It is undoubtedly true that for the vast majority of people, a visit to the zoological park is more or less an outing or a picnic, usually accompanied by children. A zoological park may contain houses and other facilities for animals to be maintained in the zoo. നമ്മൾ ഒരു വാസ്റ്റ് മെജോറിറ്റി ഓഫ് പീപ്പിളിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള ഒരു വിസിറ്റ് എന്ന് പറയുമ്പോൾ വീൽ ടേക്കിംഗ് ഇറ്റ് ആസ് ആൻ ഔട്ടിംഗ് ഓർ എ പിക്നിക്. അങ്ങനെയാണ് നമ്മൾ ഒരു സുവോളജിക്കൽ പാർക്കിലേക്കുള്ള വിസിറ്റിനെ എടുക്കുന്നത്. അതായത് ഒരു പിക്നിക് ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ അതൊരു ഔട്ടിംഗ് ആയിട്ടാണ് നമ്മൾ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള വിസിറ്റുകൾ എടുക്കാറുള്ളത്. ദെൻ അവിടെ സുവോളജിക്കൽ പാർക്സ് എന്ന് പറയുമ്പോൾ അതിൽ ആനിമൽസിനും ബേർഡ്സിനൊക്കെ ഉള്ള സെപ്പറേറ്റ് ഹൗസിംഗ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ അതേഴ്സ് ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. സുവോളജിക്കൽ പാർക്സ് ആണ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ സൈസ് ആണ്. ദ പാർക്സ് അക്കോർഡിംഗ് ടു സൈസ് ആർ ക്ലാസിഫൈഡ് ആസ് സ്മോൾ സൈസ്, മീഡിയം സൈസ്, ലാർജ് സൈസ്, റിസർവേഷൻസ് ആൻഡ് നാഷണൽ പാർക്സ്. സ്മോൾ സൈസ് പാർക്സ്. These parks are generally in the form of squares enclosing a public building. അതായത് സ്മോൾ സൈസ് പാർക്സ് എന്ന് പറയുമ്പോൾ സ്ക്വയർ ഷേപ്പിലാണ് ഉണ്ടാവുക. They are provided in dense business or residential areas where land is costly. അത് ഡെൻസ് ആയിട്ടുള്ള ബിസിനസ് ഓർ റെസിഡൻഷ്യൽ ഏരിയകളിലാണ് സ്മോൾ സൈസ് പാർക്സുകൾ ഉണ്ടാവുക. അതായത് ലാൻഡ് പ്രൈസ് ഹയർ ആവുന്ന ഏരിയകളിൽ. ദെൻ ഇതിൻ്റെ സ്മോൾ സൈസ് പാർക്സിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1 hectare to 4 hectares ആണ്. ദെൻ ദീസ് പാർക്സ് മേ ആൾസോ ബി ലൊക്കേറ്റഡ് ആസ് സെറ്റിംഗ്സ് ഓഫ് ആർക്കിടെക്ചറൽ പബ്ലിക് ബിൽഡിംഗ്സ് ഓർ മോണുമെൻറ്റ്സ് അറ്റ് ജംഗ്ഷൻസ് ഓഫ് റോഡ്സ് or in the midst of flats. സ്മോൾ സൈസ് പാർക്സിൻ്റെ ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, മീഡിയം സൈസ് പാർക്സ്. ദീസ് പാർക്സ് ആർ ആൾസോ നോൺ ആസ് നൈബർഹുഡ് പാർക്സ് ആൻഡ് ദേ ആർ പ്രിഫേർഡ് ഫോർ എവറി റെസിഡൻഷ്യൽ ലൊക്കാലിറ്റി ഇൻ എ ടൗൺ. സ്മോൾ സൈസ് പാർക്സിനെ നമ്മൾ നൈബർഹുഡ് പാർക്സ് എന്നും പറയും. ആൻഡ് ദേ ആർ പ്രിഫേർഡ് ഫോർ എവറി റെസിഡൻഷ്യൽ ലൊക്കാലിറ്റി ഇൻ എ ടൗൺ. ഒരു ടൗണിലുള്ള റെസിഡൻഷ്യൽ ലൊക്കാലിറ്റികളിലൊക്കെയാണ് നമ്മൾ മീഡിയം സൈസ് പാർക്സ് പ്രിഫർ ചെയ്യുന്നത്. ദെൻ മീഡിയം സൈസ് പാർക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈസ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 12 hectares. ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് ഒരു മീഡിയം സൈസ് പാർക്സ് ആണ്. ലാർജ് സൈസ് പാർക്സ്. ദീസ് പാർക്സ് സെർവ് ദ ടൗൺ ഓർ സിറ്റി ആസ് എ ഹോൾ ഓർ എ നമ്പർ ഓഫ് നൈബർഹുഡ് യൂണിറ്റ്സ്. ദേ മേ ബി പ്രൊവൈഡഡ് active recreation for games like cricket, boating, riding, swimming, etc. and may also accommodate
zoological gardens. The large beach on the ocean front can be included in this category of parks. The minimum area required for this type of parks is about 40 hectares. Large size parks എന്ന് പറയുമ്പോൾ they serve the town or city as a whole. Then large size parksiൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ മിനിമം 40 ഹെക്ടേഴ്സ് ഉണ്ടായിരിക്കണം. അതുപോലെ ലാർജ് ബീച്ച് ഓഷ്യൻ ഫ്രണ്ടിലുള്ള ലാർജ് ബീച്ചുകളൊക്കെ ഈ ടൈപ്പ് ഓഫ് കാറ്റഗറിയിൽ പെടുന്നതാണ്. ദെൻ ലാർജ് സൈസ് പാർക്സ് പറയുമ്പോൾ ദേ മേ ബി പ്രൊവൈഡഡ് വിത്ത് ആക്റ്റീവ് റിക്രിയേഷൻ ഫോർ ഗെയിംസ് ലൈക്ക് ക്രിക്കറ്റ്, ബോട്ടിംഗ്, റൈഡിങ്സ്, സ്വിമ്മിങ്സ് എക്സെട്ര. ഓക്കെ, അപ്പോൾ അതാണ് ലാർജ് സൈസ് പാർക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ മിനിമം സൈസ് എന്ന് പറയുന്നത് 40 ഹെക്ടേഴ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഒരു ലാർജ് സൈസ് പാർക്സ് ആണ്. Reservations. These parks are situated outside the city area and they are mostly unexplored. സിറ്റിയുടെ ഔട്ട്സൈഡിലായിട്ടാണ് റിസർവേഷൻസ് സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ദെൻ റിസർവേഷൻസ് പറയുമ്പോൾ അതിൽ ചിലപ്പോൾ റിവേഴ്സ് ഉണ്ടാവാം, ഫോറസ്റ്റ്, വാട്ടർഫോൾസ്, മൗണ്ടെയ്ൻസ്, വൈൽഡ് ലൈഫ്, പ്ലേസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ്, അങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ ഈ ഒരു റിസർവേഷൻസിൽ ഉണ്ടായിരിക്കാം. ദെൻ റിസർവേഷൻസ് പറയുമ്പോൾ ദേ ആർ കെപ്റ്റ് ഇൻ നാച്ചുറൽ കണ്ടീഷൻ ആൻഡ് these parks, reservations can be easily distributed throughout the country so that whole of the population can enjoy them. അതായത് ഹോൾ ഓഫ് ദ പോപ്പുലേഷൻ എൻജോയ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. ദെൻ ദിസ് പാർക്സ് എന്ന് പറയുമ്പോൾ വേരിയസ് ടൗൺസുകളിൽ നിന്നൊക്കെ ഇതിലേക്കുള്ള ആക്സസ് ഉണ്ടാവും. ദെൻ ദിസ് പാർക്സ് ഓൾസോ പ്രൊവൈഡ് ഫെസിലിറ്റീസ് ടു ദ സയൻറ്റിസ്റ്റ് ആൻഡ് സ്റ്റുഡൻസ് ഫോർ ദ സ്റ്റഡി ഓഫ് നാച്ചുറൽ ഫ്ലോറ ആൻഡ് ഫോണ. അതായത് സ്റ്റുഡൻസിനും സയൻറ്റിസ്റ്റിനും ഒക്കെ ഈ ഒരു റിസർവേഷൻസിലുള്ള ഫ്ലോറ ആൻഡ് ഫോണനെ കുറിച്ചുള്ള സ്റ്റഡികളൊക്കെ നടത്താൻ ഉള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും. അതാണ് റിസർവേഷൻസ് എന്ന് പറയുന്നത്. ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് റിസർവേഷൻസ് ആണ്. പാർക്ക് സിസ്റ്റംസ്. There are 3 types of park systems: belt or ring system, wedge or radial system, and combination of belt and wedge system. 3 types of park systems ആണുള്ളത്: belt or ring system, wedge or radial system, and combination of belt and wedge systems. We can discuss each one. Belt or ring system. In this system, the park are provided on the periphery of the town in the form of belt or ring. അതായത് ബെൽറ്റ് ഓർ റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ പാർക്സ് ആർ പ്രൊവൈഡഡ് ഓൺ ദ പെരിഫറി ഓഫ് ദ ടൗൺ. ടൗണിൻ്റെ പെരിഫറിയിലായിട്ടാണ് ഈ ഒരു പാർക്ക് സിസ്റ്റംസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക ഇൻ ദ ഫോം ഓഫ് ബെൽറ്റ് ഓർ റിംഗ്. അതായത് ടൗണിൻ്റെ പെരിഫറിയിൽ റിംഗ് രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ബെൽറ്റ് രൂപത്തിലായിട്ടാണ് ഈ ഒരു പാർക്ക് സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ദിസ് സിസ്റ്റം ഓഫ് ഓപ്പൺ സ്പേസസ് എക്സിസ്റ്റ് ഇൻ സം ഓൾഡ് ടൗൺസ് ആൻഡ് സിറ്റീസ്. ഓൾഡ് ടൗൺസ് ആൻഡ് സിറ്റീസിലാണ് ഈ ഒരു ഓപ്പൺ സ്പേസ് കാണുന്നത്. The main purpose of adopting this system in old time was to provide an elaborate ring in the form of park as a measure of defense of a town or city. അതായത് നമ്മൾ പറഞ്ഞു ബെൽറ്റ് ഓർ റിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ടൗണിൻ്റെ പെരിഫറിയിൽ ഒരു റിംഗ് രൂപത്തിൽ അല്ലെങ്കിൽ ബെൽറ്റ് രൂപത്തിലായിട്ടാണ് ഈ ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ മെയിൻ ഓൾഡ് സിറ്റികളിലാണ് ഇത് കണ്ടിരുന്നത്. മെയിൻ റീസൺ എന്താ വെച്ചാൽ ഈ ഒരു പാർക്ക് സിസ്റ്റം പെരിഫറിയിൽ കൊടുക്കുന്ന ഈ ഒരു പാർക്ക് സിസ്റ്റം എന്ന് പറയുന്നത് ആ ഒരു ടൗണിന് അല്ലെങ്കിൽ ആ ഒരു സിറ്റിക്ക് ഒരു ഡിഫെൻസ് മെഷർ ഓഫ് ഡിഫെൻസ് ആയിട്ട് അത് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് റിംഗ് ഓർ ബെൽറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ടൗണിൻ്റെ പെരിഫറിയിൽ ബെൽറ്റ് രൂപത്തിൽ അല്ലെങ്കിൽ റിംഗ് രൂപത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന പാർക്കുകളാണ് ബെൽറ്റ് ഓർ റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ദേ പ്രൊവൈഡ് എ മെഷർ ഓഫ് ഡിഫെൻസ് ഫോർ ദാറ്റ് ടൗൺ ഓർ എ സിറ്റി. ഫിഗറിൽ കാണുന്നത് ബെൽറ്റ് ഓർ റിംഗ് സിസ്റ്റം ആണ്. Wedge or radial system. In this system, the wedge-shaped strips of open spaces are provided to link up the center of the town with the rural area. അതായത് വെഡ്ജ് ഓർ റേഡിയൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ ടൗണിനെയും റൂറൽ ഏരിയയും കണക്ട് ചെയ്തുകൊണ്ട് വെഡ്ജ് ഷേപ്പിലുള്ള സ്ട്രിപ്സ്, ഓപ്പൺ സ്പേസിൻ്റെ വെഡ്ജ് ഷേപ്പിലുള്ള സ്ട്രിപ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. The main advantage of this system is that it enables fresh air from the country to reach right up to the heart of the town. അതായത് വെഡ്ജ് ഷേപ്പിലുള്ള സ്ട്രിപ്സ് ടൗണിനെയും റൂറൽ ഏരിയയും കണക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ.
that act as a medium for fresh air. In some cases, the wedge system may be developed as parkway or boulevards. സം കേസസിൽ ഈ വെഡ്ജ് സിസ്റ്റം എന്ന് പറയുന്നത് പാർക്ക് വേ ആയിട്ട് അല്ലെങ്കിൽ ബോളിവാർഡ്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് വെഡ്ജ് ഓർ റേഡിയൽ സിസ്റ്റം എന്ന് പറയുന്നത്. ടൗണിനെയും അതുപോലെ റൂറൽ ഏരിയയിലെയും കണക്ട് ചെയ്തുകൊണ്ട് വെഡ്ജ് ഷേപ്പിലുള്ള സ്ട്രിപ്സ് ഓഫ് ഓപ്പൺ സ്പേസസ് ദാറ്റ് പ്രൊവൈഡ്സ് എ വേ ഫോർ മൂവ്മെൻറ്റ് ഓഫ് എയർ. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ബെൽറ്റ് ആൻഡ് വെഡ്ജ് സിസ്റ്റം. നമ്മൾ ബെൽറ്റ് സിസ്റ്റവും പറഞ്ഞു, വെഡ്ജ് സിസ്റ്റവും പറഞ്ഞു. ഇനി അതിൻ്റെ രണ്ടിനും കൂടി കോമ്പിനേഷനാണ് ഈ തേർഡ് സിസ്റ്റം എന്ന് പറയുന്നത്, കോമ്പിനേഷൻ ഓഫ് ബെൽറ്റ് ആൻഡ് വെഡ്ജ് സിസ്റ്റം. The combination of belt and wedge system gives excellent results. In this system, it is possible to practically link up major open spaces of the town. അത് ഓപ്പൺ സ്പേസസ് ഓഫ് ദ ടൗണുമായിട്ടൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ പീപ്പിൾ ക്യാൻ ട്രാവൽ ഫ്രം വൺ പാർട്ട് ഓഫ് ദ ടൗൺ ടു ദി അതർ പാർട്ട് ത്രൂ ഷെയ്ഡഡ് പാർക്ക് വേ ആൻഡ് ബോളിവാർഡ്സ്. അതായത് ടൗണിൻ്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തിലേക്ക് ആളുകൾക്ക് മൂവ് ചെയ്യാൻ ഷെയ്ഡഡ് പാർക്ക് വേയിലൂടെ വാക്ക് ചെയ്യാം. ഫിഗറിൽ കാണിച്ചിട്ടുള്ളതാണ് കമ്പൈൻഡ് ബെൽറ്റ് ആൻഡ് വെഡ്ജ് സിസ്റ്റം എന്ന് പറയുന്നത്. സെൻറ്ററിൽ ടൗൺ സെൻറ്റർ ഉണ്ട്. ദെൻ പെരിഫറി ഓഫ് ദി ടൗൺ ദർ ഇസ് എ റിംഗ് സിസ്റ്റം ആൻഡ് ആൾസോ ദർ ഇസ് വെഡ്ജ് ഷേപ്പ്ഡ് ഓപ്പൺ സ്പേസസ് കണക്റ്റിംഗ് ദി റൂറൽ ആൻഡ് ടൗൺ സെൻറ്റേഴ്സ്. സോ ദിസ് ഇസ് ദി കമ്പൈൻഡ് ബെൽറ്റ് ആൻഡ് വെഡ്ജ് സിസ്റ്റം. ഇതിൽ റിംഗ് സിസ്റ്റം ഉണ്ട്, ബെൽറ്റ് ഓർ റിംഗ് സിസ്റ്റം ഉണ്ട്, വെഡ്ജ് സിസ്റ്റം ഉണ്ട്. രണ്ടിൻ്റെയും കൂടി കോമ്പിനേഷനാണ് ഈ ഒരു ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്, കമ്പൈൻഡ് ബെൽറ്റ് ആൻഡ് വെഡ്ജ് സിസ്റ്റം എന്ന് പറയുന്നത്. Next topic, boulevards. The word boulevards has come from Paris, France. The ring roads of Paris was once acting as a defensive walls, but later on they were demolished, and the roads thus formed came to be known as boulevards. അതായത് ബോളിവാർഡ്സ് എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത് ഫ്രാൻസിൽ നിന്നാണ്. റിംഗ് റോഡ്സ്, നമ്മൾ പറഞ്ഞു റിംഗ് റോഡ്സ് എന്ന് പറയുന്നത് ടൗണിൻ്റെ പെരിഫറിയിൽ കൊടുക്കുന്ന റിംഗ് പാർക്ക് സിസ്റ്റംസ് ഉണ്ടല്ലോ, ബെൽറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞല്ലോ, അതൊരു ഡിഫെൻസീവ് വാൾസായിട്ട് ആക്ട് ചെയ്യുന്നു പറഞ്ഞു. ആ റോഡ്സുകളെ അവർ ഡെമോളിഷ് ചെയ്തതിന് ശേഷം ദെൻ പിന്നീട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള റോഡുകൾ, പിന്നീട് ഫോം ചെയ്തിട്ടുള്ള റോഡുകൾ അതിനെ അവർ ബോളിവാർഡ്സ് എന്നാണ് വിളിച്ചത്. അപ്പോൾ അതാണ് ബോളിവാർഡ്സ് എന്ന് പറയുന്നത്. നൗ ഇൻ ടൗൺ പ്ലാനിങ്, ബോളിവാർഡ്സ് ആർ കണക്ഷൻ ബിറ്റ്വീൻ ലാർജ് ആൻഡ് മീഡിയം സൈസ്ഡ് പാർക്സ് ആൻഡ് ആക്ട് ആസ് എ വൈഡ് ട്രീ ലൈൻഡ് അവന്യൂ ഇൻ എ ടൗൺ. അപ്പോൾ ടൗൺ പ്ലാനിങ് സ്കീമിൽ ഇപ്പോൾ ബോളിവാർഡ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കണക്ഷൻ ബിറ്റ്വീൻ ലാർജ് സൈസ്ഡ് ആൻഡ് മീഡിയം സൈസ്ഡ് പാർക്സ്. ലാർജ് സൈസിലും മീഡിയം സൈസിലും പാർക്സുകൾ തമ്മിലുള്ള കണക്ഷനാണ് ബോളിവാർഡ്സ് എന്ന് പറയുന്നത്. ദെൻ boulevards act as wide tree-lined avenue in a town, and they enable the busy people who have no time to visit parks to drive in the carriage through the park and enjoy the natural surrounding. This boulevards എന്ന് പറയുമ്പോൾ it enables the busy people ടൗൺ പാർക്സിലൊക്കെ വന്ന് വിസിറ്റ് ചെയ്യാൻ ടൈമില്ലാത്ത ബിസി ആയിട്ടുള്ള പീപ്പിളിനൊക്കെ ദേ ക്യാൻ ഡ്രൈവ് ഇൻ ദ carriage through the park and enjoy the natural surrounding. ഫിഗറിൽ കാണിച്ചിട്ടുള്ളതാണ് ബോളിവാർഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഇസ് പാർക്ക്വേസ്. A parkway may be defined as a freeway constructed along and through a strip of public and with no access from adjoining properties. പാർക്ക്വേ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫ്രീവേ കൺസ്ട്രക്റ്റഡ് എലോങ് ആൻഡ് ത്രൂ എ സ്ട്രിപ്പ് ഓഫ് പബ്ലിക് ആൻഡ് വിത്ത് നോ ആക്സസ് ഫ്രം അഡ്ജോയിനിങ് പ്രോപ്പർട്ടീസ്. പാർക്ക്വേ എന്ന് പറയുന്നത് ഒരു ഫ്രീവേ ആണ്. ഫ്രീവേ എന്ന് പറയുമ്പോൾ അഡ്ജോയിനിങ് പ്രോപ്പർട്ടീസ് എന്നുള്ള ആക്സസ് ഡിനൈഡ് ആണ്. ദ സൈഡ്സ് ഓഫ് റോഡ് ആർ പ്ലാന്റഡ് വിത്ത് ട്രീസ് ആൻഡ് അതർ വെജിറ്റേഷൻ. പാർക്ക്വേയുടെ സൈഡുകളെല്ലാം planted with the trees and other vegetation. A parkway is thus a road and a park combined with a special legal quality which denies right of access from abutting lands.
പാർക്ക് വേ എന്ന് പറയുന്നത് ദാറ്റ്സ് എ റോഡ്. ദെൻ അതെന്ന് പറയുക റോഡ് എന്ന് പറയുമ്പോൾ അബട്ടിങ് പ്രോപ്പർട്ടീസിനൊക്കെ ആക്സസ് ഡിനൈഡ് ആണ്. The important facts to be remembered in connection with parkways are as follows. First one, a parkway should not be confused with a boulevard. Later, being a wide tree-lined avenue in a town or a city. Parkway എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫ്രീ വേ ആണ്. ദെൻ അതുപോലെ അബട്ടിങ് പ്രോപ്പർട്ടീസ് എന്നുള്ള ആക്സസ് ഡിനൈഡ് ആണ്. ദെൻ പാർക്ക് വേ ആൻഡ് ബോളിവാർഡ്സ് തമ്മിൽ രണ്ടും ഡിഫറെൻ്റ് ആണ്. ബോളിവാർഡ്സ് എന്ന് പറഞ്ഞാൽ ലാർജ് വൈഡ് ട്രീ ലൈൻഡ് അവന്യൂ ഇൻ എ ടൗൺ ഓർ എ സിറ്റി. അതാണ് ബോളിവാർഡ്സ് എന്ന് പറയുന്നത്. ബോളിവാർഡ്സ് എന്ന് പറഞ്ഞാൽ വൈഡായിട്ടുള്ള ട്രീ ലൈൻഡ് അവന്യൂ ഇൻ എ ടൗൺ ഓർ എ സിറ്റി. അതാണ് ബോളിവാർഡ്സ് എന്ന് പറയുന്നത്. പാർക്ക് വേസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഫ്രീ വേ കൺസ്ട്രക്റ്റഡ് എലോങ് ആൻഡ് ടു ദ സ്ട്രിപ്പ് ഓഫ് പബ്ലിക് വിത്ത് നോ ആക്സസ് ഫ്രം അഡ്ജോയിനിങ് പ്രോപ്പർട്ടീസ്. ഓക്കെ, ബോത്ത് ആർ ഡിഫറെൻറ്റ്. ദെൻ it should be seen that trees and other vegetation do not interfere the vision and at and near curves and intersections. അതായത് പാർക്ക് വേസിൽ നമ്മൾ ട്രീസ് ആൻഡ് അതർ വെജിറ്റേഷൻസ് പ്ലാന്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പ്ലാന്റ് ചെയ്യുമ്പോൾ അത് വെഹിക്കിൾസിൻ്റെ വിഷനെ ഇൻ്റർഫിയർ ചെയ്യാൻ പാടില്ല. ദെൻ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ട്രീസ് ആൻഡ് വെജിറ്റേഷൻ ഷുഡ് ബി സച്ച് ദാറ്റ് അൺസൈറ്റി ആൻഡ് ഡിസ്പ്ലേസിങ് വ്യൂസ് അഡ്ജസൻറ്റ് ടു ദ പാർക്ക് വേസ് ആർ അവോയ്ഡഡ് ഫ്രം വിഷൻ. അത് ഡിസ്പ്ലേസിങ് ആയിട്ടുള്ള വ്യൂസ് ഉള്ളതെല്ലാം നമ്മൾ പാർക്ക് വേസിൽ നിന്ന് അവോയ്ഡ് ചെയ്യും. The artificial slopes of the parks should be blended and converted into the form of natural contours. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്ലോപ്സ് ഒക്കെ കൺവേർട്ട് ചെയ്തിട്ട് നാച്ചുറൽ കോണ്ടൂർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ദെൻ ക്രോസിംഗ് ഓഫ് പാർക്ക് വേ വിത്ത് അതർ ട്രാഫിക് റോഡ്സ് ഈസ് മെയ്ഡ് അറ്റ് എ ഡിഫറെൻറ്റ് ലെവൽ ആൻഡ് ഫോർ ദിസ് പർപ്പസ് ഹാൻഡ്സം വെൽ പ്രൊപ്പോർഷൻ ബ്രിഡ്ജസ് ആർ പ്രൊവൈഡഡ്. അതായത് അതർ ട്രാഫിക് റോഡ്സുമായിട്ടുള്ള ഈ ഒരു പാർക്ക് വേയുടെ കണക്ഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കില്ല. അത് ഡിഫറെൻറ്റ് ലെവലിലായിട്ടാണ് കൊടുക്കുക. ഫോർ ദാറ്റ് ബ്രിഡ്ജസ് ആർ പ്രൊവൈഡഡ്. ദ പാർക്ക് വേ ഈസ് ഫ്രീ ഫ്രം റിബൺ ഡെവലപ്മെൻറ്റ്. പാർക്ക് വേ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫ്രീ ഫ്രം റിബൺ ഡെവലപ്മെൻറ്റ്. ദ പാർക്ക് വേ മേ പ്രൊവൈഡ് സ്പെഷ്യൽ പാർട്സ് ഫോർ റൈഡിംഗ് ഓർ വാക്കിംഗ്. പാർക്ക് വേ എന്ന് പറയുന്നത് ദാറ്റ് പ്രൊവൈഡ്സ് എ സ്പെഷ്യൽ പാർട്സ് ഫോർ റൈഡിംഗ് ഓർ വാക്കിംഗ്. The planting along roadsides should be done carefully, and it should be seen that overhanging growth will not interfere the passage of vehicles of more height such as double-decker buses etc. അതായത് റോഡ് സൈഡിൽ പാർക്ക് വേസിൻ്റെ സൈഡിൽ പ്ലാന്റേഷൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പ്ലാന്റേഷൻസ് ചെയ്യുമ്പോൾ അതിൽ ഓവർഹാങ്ങിങ് ഗ്രോത്തുകളൊന്നും ഉണ്ടാവരുത്. അതായത് ഹൈറ്റ് കൂടിയ വെഹിക്കിൾസിൻ്റെ പാസേജിനെ ഇൻ്റർഫിയർ ചെയ്യുന്ന രൂപത്തിലുള്ള ഓവർഹാങ്ങിങ് ഗ്രോത്തുകളൊന്നും പ്ലാന്റിങ്ങിൽ ഉണ്ടാവരുത്. ദ വിഡ്ത്ത് ഓഫ് റോഡ് വേ ഇൻ പാർക്ക് വേ മേ വാരി ഫ്രം പ്ലേസ് ടു പ്ലേസ്. അത് വിഡ്ത്ത് ഓഫ് ദ റോഡ് വേ എന്ന് പറയുന്നത് പാർക്ക് വേയുടെ റോഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് വാരി ചെയ്യും. പ്ലേസ് ടു പ്ലേസ് വാരിഡ് ആണ്. ദെൻ ദ വിഡ്ത്ത് ഓഫ് സ്ട്രിപ്സ് ത്രൂ വിച്ച് ദ പാർക്ക് വേ ഈസ് പാസിംഗ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 90 മീറ്റർ വൈഡ് ആൻഡ് പ്രിഫറബിളി ഇറ്റ് ഷുഡ് ബി 150 മീറ്റർ ടു 300 മീറ്റർ വൈഡ്. അതായത് നമ്മൾ പാർക്ക് വേസ് കൺസ്ട്രക്ട് ചെയ്യുന്ന ആ ഒരു വിഡ്ത്ത് ഓഫ് സ്ട്രിപ്സ് എന്ന് പറയുന്നത് അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 90 മീറ്റർ ആയിരിക്കണം. പ്രിഫറബിളി ഇറ്റ് ഷുഡ് ബി വിത്തിൻ 150 to 300 meters wide. So this is parkways. Next topic is park design. പാർക്ക് ഡിസൈൻ എന്ന് പറയുമ്പോൾ അതിൽ കൺസിഡർ ചെയ്യാനുള്ള കുറച്ച് ജനറൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ആണ് കളക്ഷൻ ഓഫ് ഡാറ്റ, കൊമേഴ്ഷ്യൽ സ്പോട്സ്, ഡിവിഷൻ, ഫെസിലിറ്റീസ്, മറൈൻ പാർക്സ് ആൻഡ് വാക്സ്, പ്ലാന്റേഷൻ, പ്രപ്പോർഷൻ ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് റിക്രിയേഷൻസ്, വ്യൂസ് ത്രൂ ട്രീസ്, വാട്ടർ എക്സെട്ര. ഓക്കെ, അപ്പോൾ ഓരോ പ്രിൻസിപ്പിൾസും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, കളക്ഷൻ ഓഫ് ഡാറ്റ. അതായത് ഡാറ്റ കളക്ഷൻ എന്ന് പറയുമ്പോൾ പാർക്ക് ഡിസൈൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡാറ്റകൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. It is necessary for the designer to collect data such as characteristics of site, population likely to visit the park, purpose of the park facilities to be provided, etc. before commencement of the work. അതായത് പാർക്ക് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ മുന്നേ കുറച്ച് ഡാറ്റകൾ കളക്ട് ചെയ്യാനുണ്ട്. അതായത് ഡിസൈനർ പാർക്കിനെ കുറിച്ചുള്ള കുറച്ച് ഡാറ്റകൾ കളക്ട് ചെയ്യും. അപ്പോൾ എല്ലാ ഡാറ്റ എന്ന് പറഞ്ഞാൽ സൈറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ ആ പാർക്കിൽ വിസിറ്റ് ചെയ്യാൻ ചാൻസുള്ള
പോപ്പുലേഷൻ്റെ അളവ്, ദെൻ പർപ്പസ് ഓഫ് ദ പാർക്ക് ഫെസിലിറ്റീസ് ടു ബി പ്രൊവൈഡഡ്, ഏതൊക്കെ പാർക്ക് ഫെസിലിറ്റീസാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, അതിൻ്റെ പർപ്പസുകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇത്രയൊക്കെ ഡാറ്റകൾ ബിഫോർ കമൻസ്മെൻറ്റ് ഓഫ് ദി വർക്ക്, അതായത് ഡിസൈൻ ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു ഡിസൈനർ ആ പാർക്കിനെ കുറിച്ച് കളക്ട് ചെയ്യേണ്ട ഡാറ്റയാണ്. ദെൻ കൊമേഴ്ഷ്യൽ സ്പോർട്സ്. The ground for commercial sports such as cricket and football should be surrounded with walls, as entry to such ground will be limited to those who pay admission. അതായത് ക്രിക്കറ്റ് ഗ്രൗണ്ട്, അതുപോലെ ഫുട്ബോൾ ഗ്രൗണ്ട്, അതൊക്കെ സറൗണ്ടഡ് വിത്ത് വാൾസ്, വാൾ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കണം. ഈ ക്രിക്കറ്റ് ഗ്രൗണ്ടുകൾ അതുപോലെ ഫുട്ബോൾ ഗ്രൗണ്ടുകളൊക്കെ വാൾസ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കണം. So that entry to such ground will be limited to those who pay admission. അഡ്മിഷൻ പേ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ എൻട്രി കൊടുക്കുന്ന രൂപത്തിൽ ഗ്രൗണ്ട് ഫോർ ക്രിക്കറ്റ്, ഗ്രൗണ്ട് ഫോർ ഫുട്ബോളൊക്കെ വാൾസ് വെച്ചിട്ട് സറൗണ്ട് ചെയ്യണം. ഇതിൽ കാണിച്ചിട്ടുള്ളത് ഒരു ഗ്രൗണ്ട് സറൗണ്ട് ചെയ്തിരിക്കുകയാണ് വിത്ത് വാൾസ്. സോ ദാറ്റ് എൻട്രി ടു സച്ച് ഗ്രൗണ്ട്സ് should be limited to only those who pay admission. Then division. The usual practice is to divide the whole area of the park into 3 divisions. അതായത് 3 ഡിവിഷൻ ആയിട്ടാണ് ഹോൾ ഏരിയ ഓഫ് ദി പാർക്ക് ഉണ്ടാവുക. ഏരിയ ഓഫ് പാസീവ് റിക്രിയേഷൻ, ദെൻ ബഫർ ഏരിയ, ദെൻ ഏരിയ ഓഫ് ആക്റ്റീവ് റിക്രിയേഷൻ. ഓക്കെ, ബഫർ ഏരിയ കൺസിസ്റ്റിംഗ് ഓഫ് ഫ്ലവർ ഗാർഡൻ ഓർ സം സച്ച് അറേഞ്ച്മെൻറ്റ്സ്. ദെൻ ആക്റ്റീവ് റിക്രിയേഷൻ എന്ന് പറയുമ്പോൾ ഓർ പ്ലേ ഗ്രൗണ്ട്സ് ഇൻക്ലൂഡ്സ് പവലിയൻ ആൻഡ് അതർ ബിൽഡിങ്സ്. അപ്പോൾ ഡിവിഷൻ എന്ന് പറയുമ്പോൾ പാർക്സിന് 3 ഡിവിഷൻസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഏരിയ ഓഫ് പാസീവ് റിക്രിയേഷൻ, ബഫർ ഏരിയ, ദെൻ ഏരിയ ഓഫ് ആക്റ്റീവ് റിക്രിയേഷൻ. Then facilities. The park design should be properly accommodate the usual facilities such as sanitary blocks, shelters, seats, drinking water, fountains, etc. അതായത് പാർക്കുകളൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ യൂഷ്വലായിട്ടുള്ള കുറച്ച് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യും. സാനിറ്ററി ബ്ലോക്സ്, ഷെൽറ്റേഴ്സ്, സീറ്റ്സ്, ഡ്രിങ്കിങ് വാട്ടർ, ഫൗണ്ടെയിൻസ്, എക്സെട്ര. ദെൻ മറൈൻ പാർക്സ്. ദ ഡിസൈൻ ഓഫ് എ മറൈൻ പാർക്ക് റിക്വയർ കെയർഫുൾ കൺസിഡറേഷൻ വിത്ത് റെസ്പെക്ട് ടു ദ ലാർജ് നമ്പർ ഓഫ് പേഴ്സൺസ് ടു ബി അസംബ്ലിഡ് ഓൺ ഹോളിഡേയ്സ്, മൂവ്മെൻറ്റ് ഓഫ് പെഡസ്ട്രിയൻസ് ആൻഡ് വെഹിക്കുലർ ട്രാഫിക്, പാർക്കിംഗ് ഏരിയാസ് ഫോർ പ്രൈവറ്റ് കാർസ്, എക്സെട്ര. അത് മറൈൻ പാർക്സുകളൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള വെച്ചാൽ ഹോളിഡേയ്സിലൊക്കെ ഒരുപാട് ആളുകളെ അസംബ്ലി ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കൺസിഡറേഷൻസ് ഒക്കെ കൊടുക്കുക. ദെൻ മൂവ്മെൻറ്റ് ഓഫ് പെഡസ്ട്രിയൻസ്, ദെൻ വെഹിക്കുലർ ട്രാഫിക്, അതിനുള്ള പ്രൊവിഷൻസ് ഒക്കെ കൊടുക്കുക. ദെൻ പാർട്സ് ആൻഡ് വാക്സ്. ദ ഡിസൈൻ ഓഫ് പാർക്ക് ഷുഡ് പ്രൊവൈഡ് ഫോർ എ സാറ്റിസ്ഫാക്ടറി സിസ്റ്റം ഓഫ് പാർട്സ് ആൻഡ് വാക്സ് സോ ദാറ്റ് ദർ ഇസ് ഈസി സർക്കുലേഷൻ ത്രൂ ഔട്ട് ദ ഏരിയ. അതായത് പാർക്ക് ഏരിയയിൽ ഈസി സർക്കുലേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്സ് ആൻഡ് വാക്സ് പ്രൊവൈഡ് ചെയ്യും. Marine park, parts and walks through the park area. Then plantation. For providing screens between various components of parks, the designer should provide plants arranged in attractive shapes and patterns. Attractive ആയിട്ടുള്ള ഷേപ്സിലും പാറ്റേൺസിലൊക്കെ പ്ലാന്റേഷൻസ് പ്രൊവൈഡ് ചെയ്യും. ദെൻ പ്രൊപ്പോർഷൻ ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് റിക്രിയേഷൻ. അതായത് ആക്റ്റീവ് റിക്രിയേഷനും പാസീവ് റിക്രിയേഷനും തമ്മിൽ ഉള്ള അതിന് കൊടുക്കുന്ന സൈറ്റുകളിൽ തമ്മിലുള്ള ഏരിയയ്ക്ക് ഒരു പ്രൊപ്പോർഷൻ കൊടുക്കുക. ആവറേജ് പാർക്ക് ഈസ് യൂഷ്വലി ഡിസൈൻഡ് ഫോർ ബോത്ത് ടൈപ്സ് ഓഫ് റിക്രിയേഷൻ, നെയിംലി പാസീവ് ആസ് വെൽ ആസ് ആക്റ്റീവ്. ദ ഡിസൈനർ ഷുഡ് വർക്ക് ഔട്ട് ദ പ്രൊപ്പോർഷൻ ഓഫ് ദ സൈറ്റ് ഫോർ ഈച്ച് ടൈപ്പ് ഓഫ് റിക്രിയേഷൻ. അതായത് ആക്റ്റീവ് റിക്രിയേഷനും പാസീവ് റിക്രിയേഷനും അതിന് കൊടുക്കുന്ന സൈറ്റുകളുടെ ഏരിയകൾ തമ്മിലൊരു പ്രൊപ്പോർഷൻ. ദെൻ വ്യൂസ് ത്രൂ ട്രീസ്. The surrounding building of the park area should be well designed and properly grouped so as to give excellent views through trees. ട്രീസിലൂടെയൊക്കെ ഇടയിലൂടെയൊക്കെ കാണുമ്പോൾ നല്ല എക്സലൻ്റ് ആയിട്ട് ഉള്ള വ്യൂസ് കിട്ടുന്ന രൂപത്തിൽ ഡിസൈൻ ചെയ്യുക. അതായത് സറൗണ്ടിങ് ആയിട്ടുള്ള ബിൽഡിങ്സിനൊക്കെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യുക. ദെൻ അതായത് ട്രീസിൻ്റെ ഇടയിലൂടെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ള വ്യൂ പ്രൊവൈഡ് ചെയ്യുന്ന രൂപത്തിൽ ഡിസൈൻ ചെയ്യുക എന്നുള്ളത്. ദെൻ വാട്ടർ. ദ ഫ്ലോയിങ് വാട്ടർ കോൺട്രിബ്യൂട്ട്സ് ഗ്രേറ്റ്ലി ടു ദ ഡെക്കറേറ്റീവ് എഫക്റ്റ് ഓഫ് ദി പാർക്ക്. ഇത് ഫ്ലോയിങ് വാട്ടർ എന്ന് പറയുമ്പോൾ ഡെക്കറേറ്റീവ് എഫക്റ്റ് ഓഫ് പാർക്കിന് നല്ലൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. ദെൻ ഫ്രം ദ അപ്പർ ലെവൽ ദ വാട്ടർ മേ ബി അലൗഡ് ടു ഫ്ലോ ബൈ ഗ്രാവിറ്റി ഇൻ ദ ഫോം ഓഫ് കാസ്കേഡ്സ് ആൻഡ് അറ്റ് ലോവർ ലെവൽസ് ഇറ്റ് മേ ബി കൺവേർട്ടഡ് ഇൻ ടു ലേക്സ് ആൻഡ് പൂൾസ്. അതായത് വാട്ടർ ഫ്ലോ ചെയ്യുന്ന കേസിലെന്ന് പറയുമ്പോൾ
they are allowed to flow by gravity. ആ കേസിൽ നമുക്ക് കാസ്കേഡ്സ് ഒക്കെ ഫോം ചെയ്യും. ദെൻ ലോവർ ലെവൽസ് ആകുമ്പോൾ അത് വാട്ടർ ബോഡീസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ലേക്സ് ആൻഡ് പൂൾസ്. വ്യൂസ് ത്രൂ ട്രീസ്. ദെൻ ദിസ് ഇസ് വാട്ടർ. ഇറ്റ്സ് എ വാട്ടർ ബോഡി ഗിവിങ് എ പ്ലസൻറ്റ് വ്യൂ ടു ദി പാർക്ക്. Next topic is playgrounds. The size and location of playgrounds will depends upon the age group of people for whom they are required. അതായത് സൈസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് പ്ലേ ഗ്രൗണ്ട്സ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദി ഏജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അതായത് ഏത് ഏജ് ഗ്രൂപ്പിൽ പെട്ടുന്ന ആളുകൾക്കുള്ള പ്ലേ ഗ്രൗണ്ട്സ് ആണ് ഡിസൈൻ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ അനുസരിച്ചാണ് ആ ഒരു പ്ലേ ഗ്രൗണ്ടിൻ്റെ സൈസ് ആൻഡ് ലൊക്കേഷൻ ഡിസൈൻ ചെയ്യുന്നത്. അതായത് സൈസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് പ്ലേ ഗ്രൗണ്ട്സ് പറയുന്നത് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഏജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഫോർ ഹൂം ഇറ്റ് ഈസ് റിക്വയർഡ്. ഓക്കെ, അപ്പോൾ 4 ടൈപ്സ് ഓഫ് ഏജ് ഗ്രൂപ്പുകളാണുള്ളത്. ചിൽഡ്രൻ അപ് ടു ദ ഏജ് ഓഫ് 6 years, then children at schools, then youth and adults, then last one private clubs. ഇങ്ങനെ 4 ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പ്ലേ ഗ്രൗണ്ട്സ് ഡിസൈൻ ചെയ്യുന്നത്. അതായത് സൈസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് പ്ലേ ഗ്രൗണ്ട്സ് വിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഫോർ ഹോം ദേ ആർ റിക്വയർഡ്. ഫസ്റ്റ് വരുന്നതാണ് ചിൽഡ്രൻ അപ് ടു ദ ഏജ് ഓഫ് 6 years. ഇറ്റ് ഈസ് ക്വൈറ്റ് ഒബ്വിയസ് ദാറ്റ് പ്ലേ ഗ്രൗണ്ട് മസ്റ്റ് നിയർ their homes, say within radius of 400 meters, as they cannot be expected to travel safely further than this distance. അതായത് ചിൽഡ്രൻ അപ് ടു ദ ഏജ് ഓഫ് 6 years എന്ന് പറയുമ്പോൾ അവരുടെ ഹോമിൻ്റെ നിയർ ആയിട്ടിരിക്കണം. അതായത് ഒരു 400 meters വിത്തിൻ ദാറ്റ് ഏരിയയിലായിരിക്കണം ഈ ഒരു പ്ലേ ഗ്രൗണ്ട് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതായത് ബിയോണ്ട് ദാറ്റ് ദേ ക്യാൻ travel safely. Then the playground must have fencing all round, and for further safety the children's play must be supervised. അതായത് അപ് ടു ദ ഏജ് ഓഫ് 6 years എന്ന് പറയുമ്പോൾ അവരുടെ പ്ലേ ഒക്കെ നമുക്ക് സൂപ്പർവൈസ് ചെയ്യണം. അതുപോലെ ആ പ്ലേ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ദാറ്റ് മസ്റ്റ് ഹാവ് ഫെൻസിങ് ഓൾ റൗണ്ട്. ദെൻ ദ യൂഷ്വൽ പ്രൊവിഷൻ ഈസ് 0.13 hectare per 1000 children. 1000 children 0.13 hectare ആണ് അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്, പ്ലേ ഗ്രൗണ്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ചിൽഡ്രൻ അപ് ടു 6 years ആണ്. ദെൻ അതിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ 0.13 hectare per 1000 children ആണ്. ദെൻ സെക്കൻഡ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ചിൽഡ്രൻ അറ്റ് സ്കൂൾസ് ആണ്. ഈച്ച് സ്കൂൾ ഷുഡ് ഹാവ് ഇറ്റ്സ് ഓൺ പ്ലേ ഗ്രൗണ്ട്. ദ ലാൻഡ് റിക്വയർഡ് ഫോർ പ്രൈമറി സ്കൂൾ ഈസ് അബൌട്ട് 0.40 hectare for 1000 people, and for secondary school it is about 1.2 hectare per 1000 people. അതായത് ചിൽഡ്രൻ അറ്റ് സ്കൂൾ എന്ന് പറയുമ്പോൾ 2 കാറ്റഗറി ഉണ്ട്. പ്രൈമറി സ്കൂളിനാണെന്നുണ്ടെങ്കിൽ 0.4 hectares per 1000 പീപ്പിളും, സെക്കൻഡറി സ്കൂളാണെങ്കിൽ ഇറ്റ്സ് ഫോർ 1.2 hectares per 1000 പീപ്പിൾ. നമ്മൾ സൈസ് പറയുന്നത് പെർ 1000 ചിൽഡ്രൻ വെച്ചിട്ടാണ് പറയുന്നത്. എത്ര ഹെക്ടറാണ് പെർ 1000 ചിൽഡ്രന് കൊടുക്കുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞ ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 6 years ആണ്. അതിന് 0.13 hectare per 1000 ചിൽഡ്രൻ ആണെന്ന് പറഞ്ഞു. ദെൻ സെക്കൻഡ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ചിൽഡ്രൻ അറ്റ് സ്കൂൾസ് ആണ്. അതിൽ പ്രൈമറി സ്കൂൾ ആകുമ്പോൾ 0.4 hectare per 1000 പീപ്പിളും, ദെൻ സെക്കൻഡറി സ്കൂൾ ആകുമ്പോൾ 1.2 hectare per 1000 പീപ്പിളാണ്. ദെൻ തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് യൂത്ത്സ് ആൻഡ് അഡൾട്ട്സ് ആണ്. ദ പ്ലേ ഗ്രൗണ്ട് ഷുഡ് ബി വിത്തിൻ എ റേഞ്ച് ഓഫ് 3 kilometers or so. The land required is about 1 hectare per 1000 population. അതായത് 1000 പോപ്പുലേഷന് 1 hectare എന്നുള്ള രൂപത്തിലാണ് യൂത്ത്സ് ആൻഡ് അഡൾട്ട്സിൻ്റെ പ്ലേ ഗ്രൗണ്ട്സ് സെറ്റ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് പ്രൈവറ്റ് ക്ലബ്സ്. ദ പ്രൊവിഷൻ ഷുഡ് ബി മെയ്ഡ് അറ്റ് ദ റേറ്റ് ഓഫ് 1.2 hectares per 1000 members. ഓക്കെ, അപ്പോൾ ഇതാണ് 4 കാറ്റഗറിയിലുള്ളതും അതിൻ്റെയൊക്കെ സൈസുകളും പ്ലേ ഗ്രൗണ്ട്സിൻ്റെ സൈസുകളും. ദെൻ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് എ ടിപ്പിക്കൽ പ്ലേ ഗ്രൗണ്ട് ഓഫ് എ ഫുള്ളി ഡെവലപ്ഡ് സ്കൂളാണ്. അപ്പോൾ അതിൽ പ്രീ സ്കൂൾ ചിൽഡ്രനുള്ള സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. ദെൻ സ്കൂൾ ഗേൾസിന്, സ്കൂൾ ബോയ്സിന്, ദെൻ സ്കൂൾ ചിൽഡ്രന്, അതുപോലെ കോമൺ ആയിട്ടുള്ള പ്ലേയിങ് ഫീൽഡ് ഒക്കെ സെപ്പറേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഓൾ ആർ അബൌട്ട് പ്ലേ ഗ്രൗണ്ട്സ്.